പുതിയവിള UP സ്കൂളിൽ നടന്നുവരുന്ന മുതുകുളം സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പിലെ കുട്ടികൾ നടത്തിയ പ്രവർത്തനം മാതൃകയായി. കണ്ടല്ലൂർ വേലഞ്ചിറ ഇടച്ചന്ത റോഡിന്റെ ഇരുവശവും അപകടകരമായി പടർന്ന് കാട് കയറിയിട്ടുള്ള പുല്ല് കുട്ടികൾ വൃത്തിയാക്കുകയായിരുന്നു. പുതിയവിള UP സ്കൂളിൽ നടന്നുവരുന്ന മുതുകുളം സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പിലെ കുട്ടികളാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയത്. കണ്ടല്ലൂർ വേലഞ്ചിറ ഇടച്ചന്ത റോഡിന്റെ ഇരുവശവും അപകടകരമായി പടർന്ന് കാട് കയറിയിട്ടുള്ള പുല്ല് കുട്ടികൾ വൃത്തിയാക്കുകയായിരുന്നു. സ്ഥിരമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന ഈ ഭാഗം തെരുവ് നായ്ക്കളുടെയും പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെയും കേന്ദ്രമാണ്. 2 പുല്ലുവെട്ട് യന്ത്രങ്ങളുടെ സഹായത്തോടെ കുട്ടികൾ പരിസരം വൃത്തിയാക്കി. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ണും മനുഷ്യനും എന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ് അവർ ചെയ്യാൻ ഇന്നിരുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ മണ്ണിനെയും മനുഷ്യനെയും മനസ്സിലാക്കുക എന്ന പാരിസ്ഥിതിക വിഷയമാണ് അവർ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമ്മുടെ റോഡിൻ്റെ ഇരുവശങ്ങളിലും പുല്ല് വളർന്ന് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിൽ വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ റോഡ് തന്നെ, ഈ റോഡിൽ ഇപ്പോൾ നിരവധി അപകടങ്ങൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ പുല്ല് വളർന്നു നിൽക്കുന്നത് പണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് വെട്ടിക്കളയുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ സമീപകാലത്ത് ഗവൺമെൻറ്റിൻ്റെ ചില നിയന്ത്രണങ്ങൾ വന്നതുകൊണ്ട് അത്തരം പ്രോജക്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് റോഡ് സൈഡിൽ വളരെ വ്യാപകമായിട്ട് വലിയ തോതിൽ അപകടകരമാകുന്ന രൂപത്തിൽ പുല്ല് വളർന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഇപ്പോൾ ഈ ഇരിക്കുന്ന NSS ക്യാമ്പിലെ അടക്കം കുട്ടികൾ ഈ റോഡ് സൈഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് സൈക്കിളിൽ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒരു കാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാഹനം കടന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പോൾ അതിനെ ഒന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പരിപാടി നമ്മുടെ ഈ NSS ക്യാമ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പോൺസറേയും കൂടി കണ്ടെത്തിക്കൊണ്ട് ഈ പുല്ല് മുഴുവൻ വൃത്തിയാക്കി, ഈ റോഡിൻ്റെ 2 സൈഡിലുമുള്ള പുല്ല് ചെത്തിക്കളഞ്ഞ് അത് വൃത്തിയാക്കി നമ്മുടെ നാടിനെ സംബന്ധിച്ചൊരു അവബോധം നമ്മുടെ നാട്ടിലെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്, ഇത് മണ്ണുമായി ബന്ധപ്പെട്ടതാണ്, നാടിൻ്റെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾക്കൊരു സാമൂഹിക അവബോധം വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ഇതിന് ഞാൻ വെച്ച നിർദ്ദേശം അംഗീകരിച്ച NSSൻ്റെ ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള കോർഡിനേറ്റർമാർക്ക്, അതിൻ്റെ ഓഫീസർമാർക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. പറഞ്ഞപ്പോൾ തന്നെ അതിനാവശ്യമായ തുക 2 മണിക്കൂർ ഇത് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ 3 മണിക്കൂർ ചെയ്യുന്നതിന് ആവശ്യമായ തുക നൽകാമെന്ന് പറഞ്ഞ നമ്മുടെ സജി അതിന് ആവശ്യമായ സ്പോൺസർഷിപ്പ് നൽകുകയും ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യ ദിവസം തന്നെ അപ്പോൾ ഞാനും NSSൻ്റെ പ്രവർത്തകനാണ്. വളരെ സജീവമായിട്ട് കോളേജ് കാലഘട്ടത്തിൽ NSSൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നിരവധി തവണ സപ്തദിന ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. NSS എന്ന് പറയുന്നത് എൻ്റെ ഒരു ഗ്രഹാതുരത്വം, ഒരു നൊസ്റ്റാൾജിയ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ പണ്ട് NSSൽ പങ്കെടുത്ത, ക്യാമ്പിൽ പങ്കെടുത്ത ഒരു ഓർമ്മയാണ് എന്നിൽ ഓടിയെത്തുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നല്ല സാമൂഹിക അവബോധം ഉണ്ടാകട്ടെ, നല്ല കുട്ടികളായി ഇവർ മാറട്ടെ, നല്ല NSS വോളണ്ടിയർമാരായി മാറട്ടെ, മനസ്സെല്ലാവരുടെയും നന്നാകട്ടെ. സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു I, NSS പ്രോഗ്രാം ഓഫീസർ ബിന്ദുമോൾ KS, അധ്യാപകരായ സുകുമാരി S, രശ്മി ഗോപിനാഥ്, സജി S, BRC കോർഡിനേറ്റർ V. അനിൽ ബോസ് എന്നിവർ പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ തയ്യാറാക്കുമെന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. സുനിൽകുമാർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.